ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുർത്ത സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുർത്ത കട്ട് ചെയ്യുന്ന വീഡിയോ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കണ്ട് കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നത് കൂടെ കാണുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തയുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ നെക്കിൻ്റെ താഴെയായിട്ട് 6 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു മിഡിൽ കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ 6 ഇഞ്ച് ലെങ്ത്തിലേക്ക് കട്ട് ചെയ്തു. ഇത് നമുക്ക് പ്ലാക്കറ്റിന് വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ ഒരു ലൈൻ കൊടുത്ത് അവിടെയും ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. അപ്പോൾ നമുക്കിനി പ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു കട്ടിങ്ങിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ആ കട്ടിങ് വരെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് 2.5 ഇഞ്ച് വിടുത്തുള്ള ആ ഒരു ബാൻഡ് എടുത്ത് ഈ ഒരു കുർത്തയുടെ ചീത്തവശത്തേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ആ കട്ടിങ് വരെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ ചീത്തവശത്ത് വെച്ച് ഇതുപോലെ 1/4 ഇഞ്ച് അകലത്തിൽ അറ്റാച്ച് ചെയ്യുക. നമ്മൾ ആദ്യം ചെറിയൊരു കട്ടിങ് കൊടുത്തല്ലോ, ആ ഒരു കട്ടിങ്ങിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടല്ലോ, ഈ ഒരു കട്ടിങ്ങിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് 2.5 ഇഞ്ച് ഉള്ള ആ ഒരു ബാൻഡാണ് അറ്റാച്ച് ചെയ്തത്. കണ്ടല്ലോ, ഇനി ഇതുപോലെ നിവർത്തി മുകളിലേക്ക് ആ ഒരു സ്റ്റിച്ചിങ് കവർ ചെയ്ത് അതിൻ്റെ എഡ്ജ് മടക്കി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ കവർ ചെയ്ത് പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഈ ഒരു എഡ്ജ് 1/4 ഇഞ്ച് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേയും സ്റ്റിച്ച് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ അതിൻ്റെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത ഒരു ഭാഗത്തുള്ള എഡ്ജ് കാണാത്ത രീതിക്ക് ഇതുപോലെ കവർ ചെയ്ത് വേണം പ്രസ് സ്റ്റിച്ച് കൊടുക്കാൻ. കണ്ടല്ലോ, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ബാലൻസ് 1 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ബാൻഡ് ഹുക്സിനുള്ള കൊളുത്ത് വെക്കാനുള്ള പോർഷനാണ്. ഇനി ഹുക്സ് വെക്കാനുള്ള പോർഷന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് 3.5 ഇഞ്ച് വിടുത്തുള്ള ബാൻഡ് എടുത്ത് ഇതേപോലെ തന്നെ താഴെ നിന്നും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ക്ലോത്തിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഒരു ബോർഡറാണ് നമ്മൾ ഈ ഒരു ബട്ടൺസ് വെക്കാനുള്ള പോർഷൻ എടുത്തത്. കണ്ടല്ലോ, ഈ ഒരു വർക്കുള്ള ഭാഗത്ത്, ഈ ബോർഡർ എന്ന ഭാഗത്ത് ഇതുപോലെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ക്ലോത്തിൻ്റെ ഏറ്റവും താഴെ വന്ന ബോർഡറാണ് ഈ ഒരു ഹുക്ക് വെക്കാനുള്ള ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു ഭാഗത്ത് വർക്ക് വരുന്നുണ്ട്, ഒരു ഭാഗത്ത് എംബ്രോയ്ഡറി വർക്ക് ഇല്ലാത്തൊരു ഭാഗമാണ്. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ വർക്കുള്ള ഭാഗം എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തു. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇനി അറ്റാച്ച് ചെയ്യേണ്ടത്. 1/4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഹുക്സിന് വേണ്ടി പാക്കറ്റ് അടുത്ത സൈഡിലും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്.
കണ്ടല്ലോ, ഇതുപോലെ ബാൻഡിൻ്റെ നല്ല വശവും ജുബ്ബയുടെ നല്ല ചീത്ത വശവും ചേർത്ത് വെച്ച് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ചീത്ത വശത്ത് വെച്ച് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മടക്കി നമ്മളെ സ്റ്റിച്ചിങ് കവർ ചെയ്ത് പ്രസ്തിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ഒരു കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ട്, അത് എല്ലാവരും പോയി കാണുക. അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായൊരു വീഡിയോ ആണ്. ഈ ബാൻഡും നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ താഴെ, ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റിച്ചിങ് നിർത്തുക. കണ്ടല്ലോ, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കണ്ടല്ലോ, ഈ വർക്ക് വരുന്ന ഭാഗം മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കവർ ചെയ്ത് പ്രസ്തിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. കണ്ടല്ലോ, ഇതുപോലെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കാണാത്ത വിധത്തിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. കണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ എഡ്ജിലൂടെ പ്രസ്തിച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ സ്റ്റിച്ച് നിർത്തി ഇതുപോലെ ആ ഒരു ഫോട്ട് മുകളിലേക്ക് ഉയർത്തി കറക്റ്റാക്കിയിട്ട് താഴെയുള്ള ആ ഒരു ബാൻഡ് ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെച്ചതിന് ശേഷം അതും കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ നല്ല രീതിയിൽ വെച്ചതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതുപോലെ സൂചി ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ തിരിച്ച് താഴെ മടക്കി കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ സൂചി നിർത്തി ഇതുപോലെ മുകളിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തെത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോരുക. കണ്ടല്ലോ, ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പം ഇതുപോലെയാണ് പാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ, എന്നാൽ മാത്രമാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊരു പാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റാക്കി വെച്ച് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഇനി ബാക്ക് പാർട്ട് എടുത്ത് ഷോൾഡർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഷോൾഡർ 2 അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഷോൾഡർ 2 അറ്റാച്ച് ചെയ്തു. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തല്ല നമ്മൾ സ്ലീവിൻ്റെ മിഡിൽ വെക്കേണ്ടത്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റാക്കി ആം ഹോള് ഇതുപോലെ പിടിച്ചു നോക്കുക.
അപ്പോൾ നമുക്ക് എവിടെയാണ് മിഡിൽ വരുന്നത് അത് നോക്കുക. അവിടെ ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, നമ്മുടെ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിൻ്റെ മുകളിൽ 1 ഇഞ്ച് അകലത്തിലാണ് ഈ ഒരു മിഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തും ഷോൾഡർ കറക്റ്റാക്കി പിടിച്ച് മിഡിൽ അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, നമ്മൾ അറ്റാച്ച് ചെയ്ത ഷോൾഡർ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് ഭാഗത്താണ് 1 ഇഞ്ച് അകലത്തിലാണ് ഈ ഒരു മിഡിൽ വന്നിരിക്കുന്നത്. ഞാൻ നോച്ചിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്ത് തന്നെ നമ്മുടെ സ്ലീവ് മിഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് കുഴിച്ച് വെട്ടാൻ അപ്പം മറന്നതാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് ഒന്ന് നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടുക. എന്നിട്ട് നോച്ചിട്ട് അടയാളപ്പെടുത്തി ഫ്രണ്ട് പാർട്ട് വരുന്ന രീതിക്ക് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന രീതിക്ക് ഈ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന രീതിക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എത്രയോ തവണ വിട്ടത് കൊണ്ട് വീണ്ടും പറയേണ്ടതില്ല. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് വേണം വെക്കാൻ. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് കുഴിച്ച് വെട്ടിയത്. അപ്പോൾ നമ്മൾ മിഡിൽ നോച്ചിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കറക്റ്റാക്കി വെക്കുക. സ്ലീവിൻ്റെ മിഡിലും ആ നോച്ചിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ല, നമ്മൾ നടുവൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എഡ്ജിലെത്തുമ്പോൾ വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത ഭാഗവും സ്ലീവ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കാൻ നോക്കുക. ഇനി അടുത്ത സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ലീവ് അറ്റാച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞ് സ്ലീവിൻ്റെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സൈഡ് ഒന്നായിട്ട് നമ്മൾ അളവൊക്കെ കറക്റ്റാക്കി വരച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്യുക. ഇനി ഇതുപോലെ വെച്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് 16 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അത് നമുക്ക് സ്ലിറ്റിനുള്ള അളവാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്ത് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ 2 ഭാഗത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുക. സൈഡൊന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലേ, നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് എല്ലാ ഭാഗവും കറക്റ്റാക്കിയിട്ട് അളവെടുത്ത് അടയാളപ്പെടുത്തി വരച്ചതിന് ശേഷം ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, 1 ഇഞ്ചല്ലേ നമ്മൾ സീം അലവൻസ് ഇട്ടത്. ആ 1 ഇഞ്ച് ഒഴിച്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. അതുപോലെ സ്ലീവ് എല്ലാം ഇതുപോലെ വരച്ച് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല കറക്റ്റിൽ കിട്ടും. പിന്നെ അതുപോലെ സൈഡ് ഓപ്പണൊക്കെ നല്ല കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സൈഡ് 2 ഭാഗവും ഫുള്ള് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതുപോലെ അതിൻ്റെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക.
സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ആണിതും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി കോളർ അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിനു വേണ്ടി ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിച്ച് ഇതിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കോളറിന് വേണ്ടി അളവ് നോക്കാം. അതിനു വേണ്ടി 1/4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ടേപ്പ് പിടിച്ച് ഒന്ന് ചുറ്റിലും അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 7.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം നോക്കിയല്ലോ, ഇനിയും ഒന്നും കൂടെ നോക്കുക. കണ്ടല്ലോ, ഇതുപോലെ 2 തവണ നോക്കി കറക്റ്റാക്കിയിട്ട് കൺഫേം ആക്കുക. കണ്ടല്ലോ, അപ്പോൾ നമുക്ക് 7.25 തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ക്യാൻവാസ് ഒരു 13 ഇഞ്ച് ലെങ്ത്തുള്ള ക്യാൻവാസ് എടുക്കുക. അതുപോലെ വിഡ്ത്ത് 5 ഇഞ്ച് അല്ലെ 6 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം താഴെയായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു ഫോൾഡിങ്ങുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം കണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇനി നെക്കിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരു ലൈനും കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ നമ്മൾ കൊടുത്തു. ഇനി ഒരു കർവ് കൊടുക്കുക. അധികം കുഴിക്കാണ്ട് ഒരു കർവ് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കർവ് കൊടുത്തു. ഇനി ആ കർവിൽ നിന്നും 1 ഇഞ്ച് അകലത്തിൽ ഇതിൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തുക. ഉൾഭാഗത്ത് 1 ഇഞ്ച് അകലത്തിൽ ചുറ്റിലും അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇതുപോലെ ഓരോ ഇഞ്ച് 1 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അതിൻ്റെ ഉൾവശത്ത് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ക്യാൻവാസ് ഇളകി പോകാതിരിക്കാൻ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. ഒരു ഇഞ്ച് ഇതുപോലെ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി അതും ഒരു കർവായിട്ട് വരക്കുക. കണ്ടല്ലോ, ഇതുപോലെ കർവ് വരച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് കിട്ടിയ ലെങ്ത്ത് 7.25 അല്ലേ, ആ ഒരു 7.25 ഈ ഒരു താഴെയുള്ള ഭാഗത്ത് അളന്ന് നോക്കി അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ച് ചെറിയൊരു കർവ് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഇനി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോത്തിൽ ചീത്തവശത്ത് അയൺ ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അയൺ ചെയ്യുന്നില്ല. ഞാനിവിടെ ഇതുപോലെ ക്ലോത്തിൽ വെച്ച് പിൻ ചെയ്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാണ്. കണ്ടല്ലോ, ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് അതിൻ്റെ എഡ്ജ് കറക്റ്റാക്കിയിട്ട് 1/4 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ക്യാൻവാസിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി വേറൊരു പീസ് എടുത്ത് നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ച് പിൻ ചെയ്തതിന് ശേഷം ക്യാൻവാസ് വെച്ച ആ ഒരു ക്ലോത്തിൻ്റെ അരികിലൂടെ 1/4 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്തെടുക്കുക.
ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അടുത്ത ഭാഗം വരെ ആ ഒരു ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. കാരണം ഈ ഒരു കർവിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മെല്ലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ അധികം ടൈറ്റാക്കി പിടിക്കാതെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. കണ്ടില്ല, അയൺ ചെയ്തെടുക്കുക. ഇതുപോലെ മറിച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അയൺ ചെയ്യുന്നില്ല, അങ്ങനെ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ക്യാൻവാസ് ഇതുപോലെ മടക്കി അതിൻ്റെ മിഡിൽ അടയാളപ്പെടുത്തുക. ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് കടല മറിച്ചിട്ടതിന് ശേഷം മുകളിൽ ക്യാൻവാസ് പതിച്ചടിച്ച ആ ഒരു എഡ്ജിൽ നിന്നും 1/4 ഇഞ്ച് അകലത്തിൽ താഴെയുള്ള ക്ലോത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു എഡ്ജിൽ നിന്നും 1/4 ഇഞ്ച് വിടത്തിലാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കുർത്തിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുക. ഇനി നെക്കിലും ഇതുപോലെ കറക്റ്റാക്കിയിട്ട് മിഡിൽ അടയാളപ്പെടുത്തുക. ഇനി ഇതുപോലെ കോളറിൻ്റെ മിഡിലും നെക്കിൻ്റെ മിഡിലും കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ വലിക്കാതെ ചെയ്യാം കേട്ടോ. ക്ലോത്ത് വലിച്ച് പിടിക്കരുത്. ലൂസിൽ സാവധാനം വെച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ല, ഈ ഒരു എഡ്ജ് എത്തുമ്പോൾ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു എഡ്ജ് കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് ഉള്ളിലേക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, അപ്പം അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എഡ്ജ് കവർ ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക. കണ്ടില്ല, അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ല, ഈ എഡ്ജും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഉള്ളിലേക്ക് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കവർ ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ക്ലോത്ത് വലിക്കാതെ ലൂസായിട്ട് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ അത് പോയി കണ്ട് ഇങ്ങനെയുള്ള കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് നമ്മൾ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ പറയാൻ കാരണം ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ കുട്ടികൾക്ക് അതുപോലെ അനിയത്തിയുടെ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സന്തോഷം, നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സ്ലോലി വിടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ.
പിന്നെ ഞാനിവിടെ കസ്റ്റമർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന പീസൊക്കെ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ ഭയങ്കര സന്തോഷമായി. പക്ഷേ അതിനുള്ള ടൈമില്ല. കാരണം കസ്റ്റമർക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അതൊക്കെ ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ കുറേ കട്ട് പീസ് ഉണ്ട്. ഇനി എനിക്ക് ഒരു വീഡിയോ ഞാൻ വിടുന്നുണ്ട്. കട്ട് പീസ് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതും മാറ്റ് ഉണ്ടാക്കണമൊക്കെ വിടണം വിചാരിക്കുന്നുണ്ട്. ടൈം കിട്ടാത്തതുകൊണ്ടാണ് വിടാത്തത്. അപ്പോൾ നമ്മുടെ ഈ കുർത്തി എല്ലാവർക്കും മനസ്സിലായോ? കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. രണ്ടും ഒരുമിച്ച് വിടുകയാണെങ്കിൽ കുറേ ലെങ്ത്ത് കൂടും. വീഡിയോക്ക് ലെങ്ത്ത് കൂടിയാൽ പിന്നെ അത് ഇതാണ് കാണാൻ താല്പര്യം ഉണ്ടാവില്ല ആർക്കും. അപ്പോൾ വേറെ വിട്ടാൽ കട്ടിങ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, സ്റ്റിച്ചിങ്ങാണ് കുറേ നേരം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതാണ് ഇപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വിടാൻ കഴിയുള്ളൂ. എത്ര റിസ്ക് എടുത്ത് വിടുന്നത് ഇതിന് സപ്പോർട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തി സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടനും ഹുക്കൊക്കെ വെക്കാനുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായി വന്നില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് സ്വന്തം കുട്ടികൾക്കൊന്ന് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ ഉപകാരമാണ്. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റും ഇതൊക്കെ ഒന്ന് വീഡിയോക്ക് താഴെ വിടണേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കുർത്തക്ക് ഷോ ബട്ടണൊക്കെ വെച്ച് ഹുക്കൊക്കെ വെച്ച് കൊളുത്തും കെട്ടൊരു അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല മോഡലുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.